ദീപ്തി മേരി വർഗീസ്, കോടതിയിൽ തോറ്റ മാത്യു കൊൾനാടൻ സുപ്രീം കോടതിയിൽ തന്നെ പോയി കേസ് വാദിച്ചത് പാർട്ടിയുടെ കേസായിട്ടല്ല, സ്വയം പോയി വാദിച്ച് നിയമസഭയിലും പാർട്ടി അറിയാതെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ സ്മാർട്ടാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരിക്കുന്ന മാത്യു കൊൾനാടന്റെ അടുത്ത ഒരു പരാജയത്തിലുള്ള ശ്രമം, പരാജയപ്പെടുന്ന ശ്രമം എന്ന രൂപത്തിലാണ് ഇതിനെ കാണുന്നത്. ഈ ഓഡിയോ കൃഷ്ണൻകുട്ടിയുടേതല്ല എന്നാണ് CPM പറയുന്നത്. കൃഷ്ണൻകുട്ടിയും പറയുന്നത് AI ആണെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് സ്മൃതി, ഇവിടെ അരുൺകുമാർ 10-15 മിനിറ്റ് നിന്ന് സംസാരിച്ചല്ലോ. അദ്ദേഹം രേവന്ത് റെഡ്ഡി പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ച്, തെലങ്കാന എന്ന സംസ്ഥാനത്തെ കുറിച്ചൊക്കെ വലിയ ആക്ഷേപം, തെറ്റായ വ്യാജ പ്രചരണമാണ് ഇവിടെ ഇരുന്ന് നടത്തിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് പറയണം. ഇവിടെ രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിന്റെ കത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെല്ലുവിളിച്ച്, അദ്ദേഹം എന്താ പറഞ്ഞത്, ഒരു ജെനുവിൻ ഡിസ്കഷൻ, കേരളത്തിന്റെ അച്ചീവ്മെന്റ്, അത് ഹെൽത്തിലായാലും ലിറ്ററസിയിലായാലും ഒക്കെ ടൂറിസത്തിലായാലും ഒക്കെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചർച്ച ഇരിക്കുന്നത്. ഡേറ്റ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ നിങ്ങളൊരു സീനിയർ ആളാണല്ലോ, അദ്ദേഹം എഴുതിയിരിക്കുന്നത്, സിൻസ് യു ആർ എ സീനിയർ ലീഡർ, ഐ എം ഹാപ്പി ടു കം ടു ട്രിവാൻഡ്രം on April 7 and share our data with you directly and equally to hear your voice എന്നാണ്, യുവർ വ്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ പറ്റി ആക്ഷേപിച്ചു, ഞങ്ങൾ പെൻഷൻ കൊടുത്തില്ല, ഞങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ ആക്ഷേപം നിങ്ങൾ കേരളം മുഴുവൻ ഒഴുക്കിവിട്ടപ്പോൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറാണ്, നിങ്ങൾ അതിന് തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. പിന്നെ ഇദ്ദേഹം ഇവിടെ ഒന്ന് പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിച്ചോ എന്ന് ഓരോന്ന് എണ്ണി പറയുന്നുണ്ടല്ലോ. കണ്ട് പഠിക്കുക, കേട്ട് പഠിക്കുക അരുൺകുമാർ. ഞാൻ വായിക്കാം. ഗവൺമെന്റ് ജോബ്സ്, ഇവിടുത്തെ പോലെ പിന്നാമ്പുറ നിയമനമല്ല അവിടെ നടത്തിയത്. ഇവിടെ രാജേഷിന്റെയും സ്വരാജിന്റെയും അല്ലെങ്കിൽ KK രാഗേഷിന്റെയും ഷംസീറിന്റെയും ഒക്കെ ഭാര്യമാർക്ക് കൊടുത്ത പിന്നാമ്പുറ നിയമനമല്ല അവിടെ നടത്തിയത്. അവിടെ നടത്തിയത് ഗവൺമെന്റ് ജോബ്സ്. ഈ ഗവൺമെന്റ് വന്ന് 67,763 അപ്പോയിന്റ്മെന്റ്സ്, അവരത് രേഖയാണ് എൻ്റെ കയ്യിലിരിക്കുക, അവർ അയച്ച രേഖയാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി സെർച്ച് ചെയ്യാം, എന്നിട്ട് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ വന്ന് ചർച്ച ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇത്രയും അപ്പോയിന്റ്മെന്റ്സ്, അതായത് 1000 of crores in salaries, ഇത് കൊടുത്തു കഴിഞ്ഞു. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഗവൺമെന്റ് ജോബ്സ് എത്രയാണ് കൊടുത്തത് എന്നുള്ള വളരെ കൃത്യമായിട്ട് ആ കത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് സെന്റേഴ്സ് മോഡേണൈസ് ചെയ്തത് 1000 of ട്രെയിനീസിനെ അവിടെ എടുത്തിട്ടുണ്ട്. മോർ ദാൻ 1.5 lakh യൂത്ത് എംപ്ലോയ്മെന്റ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാമ ഹൗസിംഗ് പ്രൊജക്ട് അവിടെ നടത്തിയിരിക്കുന്നത് 5 ലക്ഷം ഫാമിലിക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. 4 ഒന്ന് മിണ്ടാതിരിക്കാറുണ്ട്. നിങ്ങൾ കുറെ നേരമല്ലോ കിടന്ന് വെറുതെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു. ഞാൻ പറയുമ്പോൾ അവിടെ മിണ്ടാതിരുന്ന് കേക്ക്. ഒന്നാമത് മനുഷ്യരെ കേൾക്കാനുള്ള ഒരു സഹിഷ്ണുത CPM-കാർക്ക് ഉണ്ടാവണം. ഈ ഭരണം എന്നൊക്കെ പറയുന്നത് ഏകപക്ഷീയമായി നടത്തേണ്ടതൊന്നുമല്ല. പ്രതിപക്ഷത്തെ കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണം. ആ മര്യാദ നിങ്ങളുടെ പാർട്ടിക്കില്ല. നിങ്ങളുടെ ഈ സ്വഭാവം തന്നെയാണ് മുഖ്യം. 5 ലക്ഷം രൂപ വെച്ച് ഫാമിലി ഫോർ ന്യൂ. സ്മൃതി, ആ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറ. 15 മിനിറ്റ് സംസാരിക്കുന്നത് എനിക്ക് മറുപടി പറയാനുണ്ട്. 5 ലക്ഷം രൂപ വെച്ച് ഇന്ദിരാമ ഹൗസിംഗ് പ്രൊജക്ടില് ഫാമിലി ഫോർ ന്യൂ ഹൗസ് കൊടുത്തത് 4.5 ലക്ഷം കുടുംബങ്ങൾക്കാണ്. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക്. ഇവിടെ മുണ്ടക്കൈ ചൂരൽമലയിൽ ഒരൊറ്റ വീട് പോലും ഈ നിമിഷം വരെ പണിയാൻ കഴിയാത്ത ഒരു ഗവൺമെന്റിനോടാണ് രേവന്ത് റെഡ്ഡി പറഞ്ഞത് 4.5 ലക്ഷം പേർക്കാണ്, ഫാമിലിക്കാണ് വീട് കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ പെൻഷൻസ്, ഓൾഡ് ഏജ് പെൻഷൻസ്, ഡിസബിലിറ്റി 178 വീടുകളായി. അതൊരു ഡമ്മി വീടല്ലേ സ്മൃതി കൂടി ഇങ്ങനെ പറയല്ലേ. നമ്മൾ ഈ കേരളത്തിലെ ജനങ്ങൾ അത്ര ബുദ്ധിയില്ലാത്ത ആളുകളാണോ, ബുദ്ധികളാണോ? ഈ പറയുന്ന 2.5 വർഷം കഴിഞ്ഞിട്ടും 2.5 വർഷം കഴിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നേ. ഞാൻ പ്രതിപക്ഷമാണോ വീട് പണിയേണ്ടത്? പ്രതിപക്ഷമാണോ വീട് പണിയേണ്ടത്? ഭരണപക്ഷമാണ് വീട് പണിയേണ്ടത്. വീട് പണിയേണ്ട ഉത്തരവാദിത്തം ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് ആ ഉത്തരവാദിത്തം ചെയ്യാതിരുന്നിട്ട് പ്രതിപക്ഷത്തെ നോക്കി ചോദിക്കുകയാണ്. പ്രതിപക്ഷം നോക്കിക്കൊടു. സ്മൃതി, അരുൺ സംസാരിക്കുമ്പോൾ ദീപ്തിക്ക് പറയാനില്ല. ഒരു മിനിറ്റ്, അരുൺകുമാർ പറയുമ്പോൾ ദീപ്തിക്കും ചോര തിളയ്ക്കുന്നുണ്ടായിരുന്നു. ദീപ്തി മിണ്ടിയിട്ടില്ല. ഇപ്പൊ പറയട്ടെന്നേ, ഒന്ന് കേക്കൂ. പിന്നെ നിങ്ങൾക്ക് മാത്രം കുറെ ചോര എന്നാ തിളച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം ഞാൻ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കാൻ തയ്യാറാണ്. എനിക്ക് അരുൺകുമാറിനെ അറിയാവുന്നതാണ്. താൻ ആദ്യം ഞാൻ പറയുന്നത് മറുപടി പറയും. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, അതേപോലെ തന്നെ സ്കിൽ യൂണിവേഴ്സിറ്റി ആൻഡ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി, ന്യൂ ഏജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് വൊക്കേഷൻ ആൻഡ് ഫോർ വൊക്കേഷൻ ആൻഡ് സ്പോർട്സ്,
അതുപോലെ തന്നെ മോർ ദാൻ 1.5 lakh യൂത്ത് എംപ്ലോയ്മെന്റ്, ഇതെല്ലാം അദ്ദേഹം രേഖാമൂലം എഴുതി തന്നിരിക്കുകയാണ്. ഓപ്പൺ കത്താണ് ശ്രീ പിണറായി വിജയൻ അയച്ചിരിക്കുന്നത്. ഞാൻ അതുകൂടാതെ പറഞ്ഞു വന്നത് CMRF റിലീഫ് ഫണ്ട് ഫോർ ക്രിട്ടിക്കൽ ഇൽനെസ് 4.4 ലക്ഷം പേഷ്യൻസിനാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൽത്ത് കവറേജ് രാജീവ് ആരോഗ്യ ശ്രീ എന്ന് പറയുന്നത് 1.5 കോടി പേഷ്യൻസിനാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വീണ്ടും വന്നാൽ ഫാമേഴ്സ് വെൽഫെയർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഈ കഴിഞ്ഞ 10 വർഷം എത്ര കർഷകരാണ് മരിച്ചത്, എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? ഇന്നിപ്പോ CPIയുടെ ഓഫീസിൽ ഒരു കർഷകൻ തൂങ്ങി മരിച്ചില്ലേ, എഴുതി വെച്ചിട്ട് തൂങ്ങി മരിച്ചില്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന് ജീവിക്കാൻ വയ്യ. ഈ ഭരണകൂടം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ പ്രയാസം കാരണം ഒരു കർഷകന് ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അതാദ്യം മനസ്സിലാക്കുക. ഇതുപോലെ എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? ഇവിടെ ഫാമേഴ്സ് വെൽഫെയറിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ലോൺ അപ് ടു 2 ലക്ഷം വരെയാണ് ആദ്യത്തെ വർഷം. ഈ രേവന്ത് റെഡ്ഡിയുടെ ഭരണം വന്ന ആദ്യത്തെ വർഷം വേവ് ചെയ്തിരിക്കുന്നത് 2 ലക്ഷമാണ്. ഞാനിത് വിശദമായിട്ട് മറ്റൊരു സംസ്ഥാനത്തിന്റെ കാര്യം ഈ ചർച്ചയിൽ ഇരുന്ന് പറഞ്ഞത് വളരെ വ്യാജമായ കാര്യങ്ങളാണ് ഈ CPM പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഫ്രീ ബസ് ട്രാവൽ ഫോർ വിമൻ അത് എത്രയാണ്? 292.55 കോടി ട്രിപ്സ് ആണ് നടത്തിയിരിക്കുന്നത്. അതിന് ചെലവാക്കിയിരിക്കുന്ന ഗവൺമെന്റ് ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന്, അതായത് KSRTC പോലെയുള്ള ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് കൊടുത്തിരിക്കുന്നത്, അവർക്ക് സബ്സിഡിയായി കൊടുത്തിരിക്കുന്നത് 10,096 കോടിയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് എവിടുന്ന് മൊബിലൈസ് ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ രേവന്ത് റെഡ്ഡി വെല്ലുവിളിച്ച് ആ ചർച്ചയ്ക്ക് പോയി ഇരിക്കാൻ തയ്യാറാണ്. അപ്പൊ സംവാദമാണ് രേവന്ത് റെഡ്ഡി ഉദ്ദേശിച്ചത്. പക്ഷേ പ്രസംഗത്തിൽ അങ്ങനെയായിരുന്നില്ല. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.